എല്ലാ പ്രേക്ഷകർക്കും ഞാൻ ഈദുൽ അദ്ഹ ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ത്യാഗത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ് ബലിപെരുന്നാളിനെ സമ്പന്നമാക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പുത്രൻ ഇസ്മായിലിനെ ബലിയെറുക്കണം എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടാകും. അവിടെ ഒരു ഉപേക്ഷയും കാണിക്കാതെ ആ ദൗത്യത്തിന് മുതിരുകയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചെയ്തത്. വർഷങ്ങളോളം കാത്തിരുന്നിട്ടാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ലഭിക്കുന്നത്. പക്ഷെ ആ കുഞ്ഞിനെ ബലിയെറുക്കാനാണ് ദൈവം കൽപ്പിച്ചത്. അവിടെ പക്ഷേ ഒരു പിതൃപുത്ര ബന്ധത്തിൻ്റെ ആഴമൊന്നും അവിടെ പ്രശ്നമായില്ല. തൻ്റെ കുഞ്ഞിനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ബലിയെറുക്കാൻ തന്നെ തയ്യാറായി. കുഞ്ഞും അങ്ങനെ തന്നെയായിരുന്നു. തൻ്റെ പിതാവിനെ ധൈര്യപ്പെടുത്തി എന്താണോ ദൈവം കൽപ്പിച്ചത് അത് അങ്ങ് നിർവഹിക്കുക എന്ന് കുഞ്ഞു ഇസ്മായിൽ അലൈഹിസ്സലാം പിതാവിനെ ധൈര്യപ്പെടുത്തുകയാണ്. എന്നാൽ അള്ളാഹു അതിൽ സംതൃപ്തനാകുന്നു. മതി, കുഞ്ഞിനെ അറുക്കണ്ട, ഒരു ബലിമൃഗത്തെ അവിടെ നൽകുകയാണ്. ആ ബലിയുടെ ഓർമ്മകളാണ് ബലിപെരുന്നാളിൽ. ഹജ്ജും അതിനോടനുബന്ധിച്ച് തന്നെയാണ്. ഹജ്ജിലെ കർമ്മങ്ങളും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര, ഉമ്മത്ത്, അത് ഇബ്രാഹിമി മില്ലത്ത് എന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിക ജീവിതത്തിൽ മുൻകാല പ്രവാചകന്മാരുടെ ജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നായിട്ട് തന്നെ നമുക്ക് ബലിപെരുന്നാളിനെ കാണാൻ സാധിക്കും. ഈ ബലിപെരുന്നാളിൽ ത്യാഗത്തിൻ്റെ ആഘോഷം എന്നതിലുപരിയായിട്ട് എന്നതോടൊപ്പം തന്നെ നമ്മൾ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും കൂട്ടായ്മയുടെയും ആഘോഷമായിട്ട് കൂടി ഇതിനെ കാണേണ്ടതുണ്ട്. ഏതൊരു ആഘോഷവും അതിനെ ധന്യമാക്കുന്നത് സ്നേഹമാണ്, സാഹോദര്യമാണ്, പരസ്പരം പങ്കുവെക്കലാണ്. അതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. മതത്തിൻ്റെ പേരിൽ അകൽച്ചയെ പ്രചരിപ്പിക്കുന്നവർ ഉണ്ടാകും. പക്ഷേ മതങ്ങൾ പരസ്പരം അടുപ്പിക്കുവാനുള്ളതാണ്. മതങ്ങൾ മനുഷ്യനെ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മതവും മറ്റൊരു മതത്തെ തള്ളി പറയുന്നില്ല. ഓരോ മതവും അന്യോന്യം മനസ്സിലാക്കുന്നു. മത നേതാക്കൾ കൂടിയിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ, ഒരു മത നേതാവും മറ്റൊരു മതത്തെ അധിക്ഷേപിക്കാറില്ല. കാരണം അവർ മതത്തെ പഠിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. മതത്തെ പഠിക്കുമ്പോൾ അതിലൂടെ സൗഹൃദവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ്. ഓരോരുത്തരും അവരവരുടെ മതങ്ങളെ പഠിക്കട്ടെ എന്നാണ് നമുക്ക് പറയുവാനുള്ളത്. ആ മതപഠനങ്ങൾ തീർച്ചയായിട്ടും അത് സാഹോദര്യം ഊട്ടിയുറപ്പിക്കും. പെരുന്നാളിൽ നമുക്ക് പങ്കുവെക്കുവാനുള്ളതും അതുതന്നെയാണ്. സാഹോദര്യത്തെയും സൗഹാർദ്ദത്തെയും ഊട്ടിയുറപ്പിക്കുക. നമ്മളൊരു ബഹുസ്വര സമൂഹത്തിലാണല്ലോ. ഇന്ത്യയിലെ ബഹുസ്വര സമൂഹത്തിൽ ജാതിയും മതവും കക്ഷിയും രാഷ്ട്രീയവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യത്വം ഊട്ടിയുറപ്പിച്ച് പ്രവർത്തിക്കുവാൻ അതിനുവേണ്ടിയുള്ള സന്ദേശം കൂടിയാണ് ഓരോ പെരുന്നാളും നമുക്ക് നൽകുന്നത്. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പെരുന്നാൾ ധന്യമാക്കണം എന്നെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അത് അതിൻ്റേതായിട്ടുള്ള ആ സന്ദേശവും പെരുന്നാൾ ആശംസകളും നേരുന്നു.